എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗോതമ്പ് പൊറോട്ടയാണ്. നല്ല സോഫ്റ്റായി എങ്ങനെ നല്ല പൊറോട്ട ഉണ്ടാക്കാമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ ഒരു സാധാ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കിലോൻ്റെ അടുത്ത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആവാനും നമ്മൾക്കത് വീശിയാൽ കൃത്യമായിട്ട് കിട്ടാനുമാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂണ് പഞ്ചസാര ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം നമ്മളിത് കുഴയ്ക്കാനായിട്ട്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പറയുകയാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്ത് നമ്മളത് വെള്ളം ഇതുപോലെ കുഴച്ചെടുക്കുക. ഒരുവിധം പൊടിയെല്ലാം ഒന്ന് സെറ്റായി വരും. അപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ട് നമ്മൾ 2-3 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. എന്നതിന് ശേഷം നമ്മൾ വീണ്ടും അത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് അങ്ങനെ വയ്ക്കുമ്പോഴാണ് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ കുഴച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം എണ്ണ തടവിയിട്ട് ഒരു കോട്ടൻ്റെ തുണിയിട്ട് നനച്ചിട്ടാണ് മൂടുന്നത്. നമ്മളിതൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പെട്ടെന്നൊക്കെ കാണുമ്പോൾ 20 മിനിറ്റെങ്കിലും മതി. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ കണ്ടില്ലേ, ഒരുവിധം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ബോൾസാക്കി ഇടണം. നമ്മൾ എത്ര വലിപ്പത്തിലാണ് നമുക്ക് പൊറോട്ട വേണ്ടത് അതേ വലിപ്പത്തിൽ ബോൾസാക്കുക. ഞാൻ ഈ വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുക്കുക. നമ്മൾ മൈദ വെച്ചുള്ള സാധാ പൊറോട്ട ഇതേ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു 10 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കൂടി എണ്ണ ഇതുപോലെ തടവിയിട്ട് വീണ്ടും ആ കോട്ടൺ വെച്ചൊന്ന് മൂടണം. ഒരു 15 മിനിറ്റോളം മൂടുക. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ആ ബോൾ ഇത് കണ്ടില്ല, നല്ലപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾക്കിത് പരത്താൻ കഴിയുന്ന ഒരു ഇതിൽ വരും. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒരു പാത്രത്തിൽ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മേശമേൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇതുപോലെ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് നമുക്ക് പരത്തി വീശിയെടുക്കണം. അപ്പോൾ നമ്മളിത് വീശുന്ന സമയത്ത്, പരത്തുന്ന സമയത്ത് അധികം ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യേണ്ട. അങ്ങനെയാണ് നമ്മൾക്ക് പൊട്ടിപ്പോവുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ ഇത് ചെയ്താൽ മതിയാവും. നമ്മൾ കടകളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നന്നായിട്ട് ഇത് വീശിയാൽ കിട്ടും. അതിനാണ് നമ്മൾ അല്പം മൈദ ചേർത്തത്. റെസ്റ്റോറൻറ്റിലൊക്കെ നല്ലതുപോലെ മൈദ ചേർത്തിട്ടാണ് നമ്മൾക്ക് വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞിട്ട് തരുന്നത്. എങ്കിലാണ് അത് കൃത്യമായിട്ട് അത്രയും സോഫ്റ്റും ലെയറൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അതിലേക്ക് അല്പം എണ്ണ തേച്ചിട്ട് അല്പം പൊടി കൂടി ചേർത്തിട്ട് ഇതുപോലെ നമ്മൾ ലെയറായിട്ട് മടക്കിയെടുത്താൽ മതി. അല്ല, നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ എടുക്കുമ്പോൾ നമുക്ക് ആ ലെയർ കാണാൻ പറ്റും. അപ്പോൾ പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ നല്ല ലെയറായിട്ട് വരും. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ ഇതുപോലെ എടുക്കാൻ പറ്റും. അല്ലാത്തവർക്ക് നമ്മൾ നല്ലതുപോലെ ചപ്പാത്തി കോലുകൊണ്ട് പരത്തിയിട്ട് കട്ട് ചെയ്ത് മടക്കിയെടുക്കാം. അപ്പോൾ ഞാനത് വീണ്ടും ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ മടക്കി എടുക്കുക. നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ടൻ്റെ അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മളിതിലും ചെയ്യേണ്ടത്. അത് കുറച്ച് കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നേ ഉള്ളൂ. എല്ലാം ഞാൻ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതും ഒരു 10-15 മിനിറ്റ് കോട്ടൺ വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴേ നമ്മൾക്കത് പരത്തി നേരെ ചൂടാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കണ്ടില്ലേ, ഇത് നമ്മളിതുപോലെ ഇനി നമുക്ക് ചുട്ടെടുക്കാം. അല്പം ഓയിൽ തടവുക. ഞാൻ ഇതിൽ ഓയിൽ അധികമൊന്നും ചേർക്കുന്നില്ല. കാരണം നമുക്കിത് വീട്ടിൽ കഴിക്കേണ്ടതുകൊണ്ട് മുതിർന്നവരും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. റെസ്റ്റോറൻറ്റിലൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ ഓയിലൊക്കെ ചേർത്തിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇതും പരത്തിയെടുക്കണം. എങ്കിലേ ആ ലെയർ കിട്ടുള്ളൂ. നല്ല അമിതമായിട്ട് പ്രസ് ചെയ്യരുത്. ഇതാ വീട്ടിലിരിക്കുന്ന ഒരു ദോശക്കല്ലാണ് ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത്.
കല്ല് ചൂടാകുന്ന സമയത്ത് അല്പം എണ്ണ തേച്ചിട്ട് ഈ പരത്തിയ പൊറോട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മേലെ കുറച്ചുകൂടി ഓയിൽ തടവിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമ്മളതൊന്ന് മറിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾക്ക് എടുക്കാം. അല്ലേ? അപ്പോൾ നമ്മളെ അടിപൊളി ഗോതമ്പ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇനി ഇതൊന്ന് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ അമിതമായിട്ട് ഓയിലൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ തന്നെ ചെയ്താലും നമുക്ക് നല്ല ഒരു പൊറോട്ടയൊക്കെ കിട്ടും. നല്ല ഒരു ഹെൽത്തി ആയിരിക്കും ഗോതമ്പ് പൊറോട്ട. എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമ്മൾക്ക് പൊറോട്ട ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ പൊറോട്ടയും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള വീറ്റ് പൊറോട്ട ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.